1980 ഇപ്പൊ 2025 വരെ നിൽക്കുന്നു. ഇതിനിടയിൽ ചെറിയ ചെറിയ ബ്രേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഓരോ തിരിച്ചുവരവും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഓരോ തിരിച്ചുവരലിലും ഓരോ അവാർഡ് ഉണ്ടാവും. ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേച്ചി? ഉണ്ട് അത് ഉണ്ട് ഉണ്ട് 1991 പിന്നീട് തിരിച്ചു വരുന്നത്. അതിലും ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ രണ്ട് അവാർഡ്. അതുപോലെ 2017 തിരിച്ചു വരുന്നതിൽ ഞണ്ടുകളുടെ നാട്ടിലാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ ഭയങ്കര ഒരു ഇഷ്ടം തിരിച്ചു കിട്ടിയ ഒരു സിനിമയായിരുന്നു. എങ്ങനെയായിരുന്നു ഞണ്ടുകളുടെ നാട്ടിൽ ആ സിനിമയിൽ എത്തിപ്പെട്ടത്? അത് ആ സമയത്ത് ഞാൻ US-ലായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഐ തിങ്ക് FB വഴിയൊക്കെയാണ് ഒരു മെസ്സേജ് ഒരിക്കൽ വന്നത്. ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ആക്ടിങ്ങിൻ്റെ കാര്യം. അപ്പം ഞാനത് വിശ്വസിച്ചില്ല. എന്ന് വെച്ചാൽ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്, നിയർലി 25 ഇയേഴ്സോളം ആയി. അപ്പോൾ പിന്നെ സിനിമയുടെ കാര്യം ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഞാൻ വെച്ച വല്ല ചുമ്മാ ആൾക്കാർ തമാശ കളിക്കുന്നതായിരിക്കും എന്നൊക്കെ. പക്ഷെ അവർ സീരിയസ് ആയിട്ട് ഒരു സംഭവമായിട്ട് പറഞ്ഞു. അതായത് പിന്നീട് വീണ്ടും നിങ്ങൾ അറിയാം മാം അങ്ങനെ വിചാരിക്കും, പക്ഷെ അല്ല, ഞങ്ങളിങ്ങനെ സോ ആൻഡ് സോ പോളി ജൂനിയർ മറ്റേ പ്രൊഡക്ഷൻസിൽ നിന്നാണ് എന്നൊക്കെ. അപ്പം അപ്പോഴും എനിക്കും അത് വലിയ പിടിയില്ല എന്താണെന്ന്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഓ നിവിൻ പോളിയുടെ പടമാണല്ലേ. അപ്പോൾ നിവിൻ്റെ പടം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശാന്തി എന്തായാലും SK എന്നാണ് എന്നെ വിളിക്കാറ്. അപ്പോൾ SK അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിവിൻ പോളി. അപ്പോഴാണ് ആ പ്രശ്നം വന്നത്. നിവിൻ പോളി ആരാന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അതില്ല. കാരണം ഇത്രയും വർഷം ഞാൻ അതിൽ നിന്ന് വിട്ടു നിന്നു. ഞാൻ മലയാളം സിനിമകൾ കാണാറില്ലായിരുന്നു. കാരണം പിള്ളേരുടെ കൂടെ ആകുമ്പോൾ മലയാളം കൂടുതലില്ല. സോ കൂടുതലും ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. വെബ് സീരീസ്, TV-യിലുള്ള സംഭവങ്ങൾ അല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവർ പറഞ്ഞു, അയ്യോ എന്തായാലും SK ഇതിൻ്റെ അത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്രയും വർഷം കഴിഞ്ഞ് വരുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിനക്ക് ഒരു പുറത്തോട്ടൊന്ന് വരാനും കൂടി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാനത് പക്ഷേ നോക്കാം എന്ന ലൈനിൽ വിട്ടു. കാരണം അപ്പോഴും ഞാനത് സീരിയസ് ആയിട്ട് വേണ്ടെന്ന് തന്നെ ആയിരുന്നു. എനിക്ക് പറ്റൂല എന്ന്.